ജനാധിപത്യത്തിന്റെ വീഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഭരണഘടനയിൽ പറയുന്നത് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നീതി എല്ലാവർക്കും പകർന്നു കൊടുക്കണം എന്നുള്ളതാണ്. ഒരു ഗവൺമെന്റിന്റെ ചുമതല നീതി നിർവഹണമാണ്. പക്ഷേ നീതി യഥാസമയത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പോരായ്മ. താമസിച്ചു വരുന്ന നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ്. വേഗതയിൽ വേണ്ട സമയത്ത് യഥാസമയത്ത് നീതി ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് ആവശ്യം. ഇങ്ങനെ വിജിലൻസിന്റെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ മീഡിയയിലേക്ക് മുമ്പിലേ ഓരോ രീതിയിൽ ചോർന്നു പോകുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. എന്നിട്ട് മീഡിയയിൽ കൂടെ ചർച്ച ചെയ്യുക, എന്താണ് സത്യവുമായി ബന്ധമില്ലാത്തത്, അഭ്യൂഹങ്ങൾ, അതിനെപ്പറ്റിയുള്ള സങ്കല്പ കഥകൾ, ഇതൊക്കെ മീഡിയയിൽ കൂടെ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു രീതിയിൽ അപ്പോൾ പോകുന്നത്. ഏതായാലും അതിനെപ്പറ്റിയൊക്കെ ആഭ്യന്തര വകുപ്പ് നോക്കട്ടെ. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, കാരണം ആഭ്യന്തര വകുപ്പിലല്ല ഇത് കിട്ടുന്നേ, ഇത് കോടതിയാണ്. കോടതി കൊടുക്കുന്ന വിജിലൻസിലെ അന്വേഷിക്കുന്ന ആളുകളുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. അത് മാധ്യമങ്ങളിൽ എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. ആഭ്യന്തര വകുപ്പിനോ ആഭ്യന്തര മന്ത്രിക്കോ കിട്ടുന്ന കാര്യമല്ല ഇത്. അങ്ങനെ കേരള കോൺഗ്രസിന് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പരാതിയെപ്പറ്റി അന്വേഷിക്കും. അന്വേഷണം നിയമപരമായി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് ആഭ്യന്തര മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെയും ആവശ്യം, എൻ്റെയും ആഗ്രഹം അതാണ്. പക്ഷെ അതിനുവേണ്ടി ഞാൻ ആരെയും നേരത്തെ ആക്കാനോ അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടു പോകാനോ ഒന്നും ഞാൻ ശ്രമിക്കാറില്ല. കാരണം ഞാൻ വിജിലൻസിന് സ്വതന്ത്രമായ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ആ വിജിലൻസ് ഡയറക്ടറൊക്കെ വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന ആളുകളാണ്. ശ്രീ വിൻസെൻ്റ് ബോർഡ് അടക്കമുള്ള ആളുകൾ വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവരെ ഏൽപ്പിച്ച ചുമതല അവർ ഭംഗിയായി നിറവേറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. വാർത്തകൾ ചോരുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്ക് വളരെ ശക്തമായിട്ടുള്ളത്. പക്ഷെ ആഭ്യന്തര വകുപ്പിന്റെ നെഞ്ചത്ത് കുതിര കയറേണ്ട ആരും എന്ന് വളരെ വ്യക്തമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ആരോപണം വന്ന സമയത്ത് ആരോപണം ഉന്നയിച്ചതിന്റെ ഗൂഢാലോചന മറ്റു ചില ആളുകളിലേക്കും, ആ ആലോചന പതുക്കെ നീങ്ങി ഒളിഞ്ഞും തെളിഞ്ഞും മറ്റ് പല ആളുകളിലേക്കും നീങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അത് ആഭ്യന്തര മന്ത്രിക്ക് പരാതി കൊടുക്കാം. പക്ഷെ അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഇടപാട് കുറച്ച് നാളുകളായി തുടങ്ങിയിരിക്കുന്നു.